ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ നല്ല കല്ലുമ്മക്കായ കൊണ്ടുവന്നു കേട്ടോ. പക്ഷെ ഭയങ്കര ചെറുതാട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അച്ചാർ ഉണ്ടാക്കി കളയാമെന്ന്. ഈ ചെറുത് കിട്ടുമ്പോൾ എപ്പോഴും അച്ചാർ വെക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ചെറുതിന്. അപ്പോൾ ഇത് നന്നാക്കുക, ക്ലീൻ ചെയ്യാന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ടാസ്ക് ആണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഞാനിതാ അതിൻ്റെ മുകളിൽ നമുക്കറിയാലോ, അത് ഈ പാറേൻ്റെ മുകളിലൊക്കെ പറ്റി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വേര് പോലത്തെ ഒരു സാധനം ഉണ്ടാവും. അതെല്ലാം പറിച്ചെടുക്കുകയാണേ ആദ്യം തന്നെ. ഭയങ്കര ഉറപ്പാട്ടോ. അതിന് ഞാൻ കുറച്ച് കത്തിയൊക്കെ എടുത്ത് കൈകൊണ്ടൊക്കെ പിടിച്ച് വലിച്ച് ഒരു ടാസ്ക് തന്നെയാണ്. അപ്പം ആദ്യം അതിൻ്റെ മുകളിൽ ഉള്ള പിന്നെ കുറേ വഴുക്കൽ അതേപോലെ പൂപ്പലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരതി കളഞ്ഞ് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. ആവി കയറ്റി എടുക്കുമ്പം തന്നെ ഇതിങ്ങനെ തുറന്ന് വരും കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ക്ലീനിങ്. അപ്പോൾ അതിൻ്റെ ഒരു തയ്യാറെടുപ്പിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നോക്കാം നമുക്ക് എന്താവുന്നു. ഇതിപ്പോൾ കണ്ടില്ല, അയ്യോ എന്തൊരഴുക്കാലേ. ഇതൊക്കെ കണ്ടില്ലായിരുന്നു. ഇത് വയറിലേക്ക് ഭയങ്കര പ്രശ്നമാട്ടോ. നല്ലതുപോലെ ക്ലീൻ ചെയ്യണേ. നല്ല വയറുവേദനയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ആവി കയറ്റുമ്പം ഒട്ടും വെള്ളം തൊടിക്കാതെ വേണം കേട്ടോ ആവി കയറ്റാൻ. ഇത് തന്നെ വെള്ളം ഇറങ്ങും. കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ആവി കയറിയപ്പോഴേക്കും കണ്ടില്ലേ നല്ല രീതിയിൽ തുറന്നു വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇതേ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. ഒന്ന് ആവി കയറ്റി ഒന്നുകൂടി എടുക്കുക. അപ്പം നമുക്ക് അത് ഞാൻ പതുക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ അടുപ്പത്തുനിന്ന്. കാരണം ചൂടാറിയിട്ട് വേണം നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ ഘട്ടം ക്ലീനിങ് നിങ്ങൾ കണ്ടില്ലേ, ഒരു ചവറ് പോലത്തെ ഒരു സാധനം ഉണ്ടാവും കേട്ടോ ഉള്ളിൽ, 2 സൈഡിലും ഉണ്ടാവും. അതും കൂടി പോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും കഴിക്കാനുണ്ടാവുമോ എന്ന്. അത്രയും ചെറുതായിരുന്നു. പക്ഷെ ഇത് ഒത്തിരി ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു കേട്ടോ അച്ചാർ ഉണ്ടാക്കാൻ. അപ്പം നമുക്ക് ഇത്തിരി കിട്ടിയുള്ളൂ. പിന്നെ അച്ചാർ ഉണ്ടാക്കി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കിട്ടിയപാടെ അച്ചാർ ഉണ്ടാക്കി കളയാം. എന്തായാലും ഇതുകൊണ്ട് തീരും, അത് ഉറപ്പാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതൂട്ടി വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുകയാണ്, ഇതെന്താ സാധനം, ഇതെന്താ തോട് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാരണം അവൾ ഇത് ആദ്യമായിട്ടല്ലേ കാണുന്നത്. അപ്പോൾ അതേ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്ര സാധനമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി ഇതേ കംപ്ലീറ്റ് വേസ്റ്റ് ആട്ടോ. അപ്പോൾ അത് ഞാനത് കൊണ്ടുപോയി കളഞ്ഞു. ഇനി ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഉള്ളിലും ചെറിയ പൊടികളും മണ്ണും ഒക്കെ ഉണ്ടാവും. അതൊക്കെ വയറുവേദനയാവും കേട്ടോ. എനിക്ക് പേടിയായിരുന്നു ഇതൂട്ടിക്ക് ഇത് കൊടുക്കാനേ. പക്ഷേ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം കൊടുത്തു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒന്നും ചെയ്തില്ല. പിന്നെ അതിലേക്ക് സാധാരണ നമ്മുടെ ഉപ്പും മഞ്ഞളും മുളകും ഇത്തിരി വെളിച്ചെണ്ണയും പിന്നെ ഒരു ഇത്തിരി വിനാഗിരിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. മാരിനേഷൻ ഒന്നും വെച്ചില്ല, കാരണം ഇതൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും സമയം ഉച്ചയായേ. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ അടുപ്പത്ത് കയറ്റുക കേട്ടോ ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഞാൻ ഇത്തിരി കടുകും ഉലുവയും കൂടെ ഒന്ന് ചൂടാക്കി അതും കൂടി ഒന്ന് പൊടിച്ച് അവിടെ മാറ്റി വെച്ചു കേട്ടോ. കാരണം എനിക്ക് കറിയിലേക്ക് അരയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മിക്സി പിന്നെ നനഞ്ഞാൽ അതൊക്കെ അരയ്ക്കാൻ പാടല്ലേ. അപ്പോൾ ഞാനത് ആദ്യം തന്നെ അരച്ച് മാറ്റിയതാണേ. അപ്പോൾ വെളിച്ചെണ്ണയല്ല, ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ എടുത്തത്. അച്ചാറിന് എപ്പോഴും നല്ലെണ്ണയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ സ്വർണ്ണം നല്ലെണ്ണ ഞാൻ അവിടെ കണ്ടത് ബാക്കി എടുത്ത് ഒഴിച്ചതാട്ടോ ഞാൻ. അപ്പോൾ അത് എടുത്ത് ഒഴിച്ച് ഞാൻ ഇതേ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്തു. ഒന്ന് നല്ല രീതിയിൽ മൂക്കണം കേട്ടോ. അപ്പം ഇത് വെളിച്ചെണ്ണയിൽ ഓയിലിട്ട പാടെ നിങ്ങൾ ഇളക്കരുത്. മസാല എല്ലാം കലങ്ങിപ്പോവും. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇളക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം. അറിയാമല്ലോ, ഫിഷൊക്കെ ആകുമ്പോൾ അതിലുള്ള വാട്ടർ കണ്ടന്റ് നന്നായിട്ട് പോയിട്ടെങ്കിൽ മാത്രമേ നമുക്ക് അച്ചാർ കേട് വരാതിരിക്കുള്ളൂ. പിന്നെ ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് 2 ദിവസത്തേക്ക് തന്നെ ഇല്ല ഇത് സാധനം. അപ്പം നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ മാത്രം വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ മെനക്കെടുന്ന ഒരു ഫലവും കഴിക്കാൻ മാത്രം ഇതില്ല കേട്ടോ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വിവേടം വന്ന് എന്തൊക്കെയോ ചോദിച്ചു. സ്പെഷ്യലോ മത്തി പൊരിച്ചത്, പിന്നെ കിളിമീൻ കറി, പിന്നെ എന്താ ചക്കപ്പേരി, ഇടിച്ചക്ക. നിങ്ങൾ കണ്ടില്ലേ, അധികം ഓയിലൊന്നും ഞാൻ ഒഴിച്ചില്ല കേട്ടോ. അതേ ഓയിലിൽ തന്നെയാണ് ബാക്കിയും നമ്മൾ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ സാധനം ഞാൻ ഇങ്ങോട്ട് പതുക്കെ കോരിയെടുക്കുകയാണ്. അപ്പോഴത്തേക്ക് അത് ഒന്നും കൂടി ചുരുങ്ങി ഒന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ അതേ
കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ട് അതിനൊന്ന് എലാബറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് അതൊന്ന് ഫ്രൈ ആക്കണ്ട, ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഓയിലിലേക്ക് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടി കീറിയിട്ടു, ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടു കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നമ്മൾ ഈ കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇത് വെളിച്ചെണ്ണയിൽ നമ്മളെ മേലേക്ക് പൊട്ടിത്തെറിക്കും കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് അടുത്തൊന്ന് മാറ്റിക്കോണേ, ഇല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായി മൂത്തതിന് ശേഷം ഞാൻ പച്ചമുളകും കൂടി കുറച്ചൊന്ന് അരിഞ്ഞിടുകയാണേ. പിന്നെ 2 കഷ്ണം കറിവേപ്പിലയും കൂടി പീസാക്കി അരിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ കല്ലുമ്മക്കായ ചേർത്തു, ഒന്ന് സോട്ട് ചെയ്തെടുത്തു കേട്ടോ. അതിനുശേഷം ഉപ്പൊക്കെ നോക്കി ഇച്ചിരി കായപ്പൊടി ചേർത്തു. പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചില്ലേ, നമ്മുടെ കടുകും ഉലുവയും കൂടി വറുത്ത് വെച്ചില്ലേ പൊടിച്ചിട്ട്, അതുകൂടെ ചേർത്തു. പിന്നെ 2 സ്പൂണ് വിനാഗിരി ചേർത്തായിരുന്നു കേട്ടോ, അത് വിട്ടു പോവല്ലേ. പിന്നെ ഗ്രേവി കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരി തിളച്ച വെള്ളം കൂടെ ചേർത്തായിരുന്നു, 2 സ്പൂണ്. പിന്നെ അധികം വേറെ മസാല ഒന്നും ചേർത്തില്ല, കാരണം ഇതിൽ തന്നെ മസാല ഉള്ളതുപോലെ എനിക്ക് തോന്നി. അത്രയല്ലേ നമുക്ക് സാധനമുള്ളൂ, അതുകൊണ്ട് വേറെ മസാല ഒന്നും ഞാൻ ചേർത്തില്ല. പിന്നെ ഒന്ന് സോട്ട് ചെയ്തെടുത്ത് എല്ലാം ഒന്ന് ഉപ്പും മുളകും എല്ലാം ഒന്ന് പാകമാണോ നോക്കിയതിന് ശേഷം ഞാൻ പതിയെ വാങ്ങി വെക്കുകയാണ് ചെയ്തത്. തണുത്തതിന് ശേഷം ഇതിപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറച്ച് അധികമായിട്ട് തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് വറ്റി സെറ്റ് ആവും കേട്ടോ. ഈ ചട്ടി തന്നെ കടന്ന് ഒന്ന് സെറ്റ് ആവും. അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട. ഞാൻ വറുത്ത് വെച്ച് അതും കൂടി ആഡ് ചെയ്യുന്നതാട്ടോ നിങ്ങൾ കാണുന്നത്. അത് ചേർത്ത് ഞാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അത് അപ്പം തന്നെ ഞാൻ വാങ്ങി വെച്ചു. ഉച്ചയ്ക്ക് ഊണിന് കഴിച്ചു എല്ലാവരും കൂടെ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സാരല്ല, നെക്സ്റ്റ് ടൈം നല്ലത് കിട്ടുമോ നോക്കട്ടെ. വലുത് കിട്ടിയാൽ നമുക്ക് ബിരിയാണിയോ അങ്ങനെ വല്ലതും വെക്കുന്ന വീഡിയോ കൂടി ഞാൻ ആഡ് ചെയ്യാവേ. അപ്പോൾ ഇത്ര വിശേഷങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും.